തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കേരളത്തിൽ നിലവിലെ ട്രെൻഡ് എന്താണ്? UDF അധികാരം പിടിച്ചെടുക്കുമോ? LDF അധികാരം നിലനിർത്തുമോ? NDA എത്ര സീറ്റ് നേടും? കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും സഞ്ചരിച്ച് പൊളിറ്റിക്സ് കേരള തയ്യാറാക്കിയ എക്സ്ക്ലൂസീവ് സർവേ പ്രേക്ഷകർക്ക് ഞാൻ സമർപ്പിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് തുടങ്ങാം. തിരുവനന്തപുരം LDF അപ്രമാദിത്യം നിലനിർത്തും. വാമനപുരം, പാറശാല, അരുവിക്കര, ആറ്റിങ്ങൽ, നെയ്യാറ്റിൻകര, കാട്ടാക്കട, ചിറയൻകീഴ്, വർക്കല, നെടുവങ്ങാട് എന്നീ 9 മണ്ഡലങ്ങൾ LDF നിലനിർത്തും. UDF വട്ടിയൂർക്കാവ്, കോവളം, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങൾ നേടും. 3 മണ്ഡലങ്ങൾ. NDA അതായത് BJP നേതൃത്വം നൽകുന്ന NDA നേമം, കഴക്കൂട്ടം എന്നീ 2 മണ്ഡലങ്ങൾ നേടും. കൊല്ലത്ത് എത്താം. കൊല്ലം, ചവറ, കരുനാഗപ്പള്ളി, കുണ്ടറ, കുന്നത്തൂർ എന്നീ 5 മണ്ഡലങ്ങൾ UDF നേടുമ്പോൾ ഇരവിപുരം, ചാത്തന്നൂർ, പുനലൂർ, പത്തനാപുരം, ചടയമംഗലം, കൊട്ടാരക്കര എന്നീ 6 മണ്ഡലങ്ങൾ LDF നിലനിർത്തും. പത്തനംതിട്ടയിലേക്ക് പോകാം. കഴിഞ്ഞ തവണ 5-ൽ 5 സീറ്റും LDFന് സമ്മാനിച്ച ജില്ലയാണ് പത്തനംതിട്ട. പത്തനംതിട്ട തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം നോക്കുകയാണെങ്കിൽ LDFന് കാലിടറും. ആറന്മുള, കോന്നി, റാന്നി എന്നിവ UDF നേടും. തിരുവല്ല, അടൂർ എന്നിവ LDF നേടും. ആലപ്പുഴയിലേക്ക് പോകാം. 9 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ ഹരിപ്പാട്, കുട്ടനാട്, കായംകുളം, അമ്പലപ്പുഴ, അരൂർ എന്നിവ UDF നേടും. 5 മണ്ഡലങ്ങൾ UDF നേടും. ചേർത്തല, മാവേലിക്കര, ചെങ്ങന്നൂർ, ആലപ്പുഴ എന്നീ മണ്ഡലങ്ങൾ LDF നേടും അല്ലെങ്കിൽ നിലനിർത്തും. കോട്ടയത്തേക്ക് പോകുമ്പോൾ കോട്ടയം, പുതുപ്പള്ളി, പാല, കടുത്തുരുത്തി, ചങ്ങനാശ്ശേരി എന്നീ 5 മണ്ഡലങ്ങൾ UDF നേടുമ്പോൾ വൈക്കം, ഏറ്റുമാനൂർ, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ എന്നീ 4 മണ്ഡലങ്ങൾ LDF നേടും. ഇനി ഇടുക്കിയിൽ UDFന് കഴിഞ്ഞ തവണത്തെ പോലെ ഇത്തവണയും തിരിച്ചടി നേരിടും. ഇടുക്കിയിൽ 5 നിയമസഭാ മണ്ഡലങ്ങൾ. തൊടുപുഴ മാത്രം UDF നേടും. ദേവികുളം, ഇടുക്കി, ഉടുമ്പച്ചോല, പീരുമേട് എന്നീ 4 മണ്ഡലങ്ങൾ LDF നിലനിർത്തും. എറണാകുളം 14 നിയോജക മണ്ഡലങ്ങൾ. അതിൽ പരവൂർ, കുന്നത്തുനാട്, ആലുവ, വൈപ്പിൻ, എറണാകുളം, തൃക്കാക്കര, അങ്കമാലി, പിറവം എന്നീ 8 സീറ്റുകൾ UDF നേടും. കൊച്ചി, തൃപ്പൂണിത്തുറ, കളമശ്ശേരി, കോതമംഗലം, മൂവാറ്റുപുഴ, പെരുമ്പാവൂർ എന്നീ 6 സീറ്റുകൾ LDF നേടും. ഇനി തൃശ്ശൂരിലേക്ക് പോകാം. തൃശ്ശൂരിൽ ഇരിങ്ങാലക്കുട, മണലൂർ, തൃശ്ശൂർ, വടക്കാഞ്ചേരി, ചാലക്കുടി എന്നീ 5 സീറ്റ് UDF നേടും. ഒല്ലൂർ, നാട്ടിക, പുതുക്കാട്, കൊടുങ്ങല്ലൂർ, ചേലക്കര, കുന്നംകുളം, കയ്പമംഗലം, ഗുരുവായൂർ എന്നീ 8 സീറ്റ് LDF നേടും. UDF 5, LDF 8. ഇനി കോഴിക്കോടേക്ക് പോകാം. കോഴിക്കോട് UDF മുന്നേറ്റം നടത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ സർവേ സൂചിപ്പിക്കുന്നത്. കുറ്റ്യാടി, നാദാപുരം, കൊടുവള്ളി, കോഴിക്കോട് സൗത്ത്, കൊയിലാണ്ടി, വടകര എന്നീ 6 മണ്ഡലങ്ങൾ UDF നേടും. കുന്നമംഗലം, പേരാമ്പ്ര, ബാലുശ്ശേരി, ബേപ്പൂർ, ഏലത്തൂർ, തിരുവമ്പാടി, കോഴിക്കോട് നോർത്ത് എന്നീ 7 മണ്ഡലങ്ങൾ LDF നേടും. 13 നിയോജക മണ്ഡലങ്ങളാണ് അവിടെ ഉള്ളത്. മലപ്പുറത്ത് 16 നിയോജക മണ്ഡലങ്ങൾ. അതിൽ മലപ്പുറം, വേങ്ങര, തിരൂരങ്ങാടി, വള്ളിക്കുന്ന്, നിലമ്പൂർ, വണ്ടൂർ, ഏറനാട്, മഞ്ചേരി, താനൂർ, തിരൂർ, കോട്ടയ്ക്കൽ, മങ്കട, പെരിന്തൽമണ്ണ, കൊണ്ടോട്ടി എന്നീ 14 നിയമസഭാ മണ്ഡലങ്ങൾ UDF നേടും. തവന്നൂരും പൊന്നാനിയും LDF നിലനിർത്തും. ഇനി പാലക്കാടാണ്. പാലക്കാട് 12 നിയമസഭാ മണ്ഡലങ്ങൾ.
അവിടെ മണ്ണാർക്കാട്, തൃത്താല, പാലക്കാട് എന്നിവ UDF നേടുമ്പോൾ ചിറ്റൂർ, നെന്മാറ, ഷൊർണൂർ, ആലത്തൂർ, ഒറ്റപ്പാലം, തരൂർ, കൊങ്ങാട്, പട്ടാമ്പി, മലമ്പുഴ എന്നീ 9 നിയമസഭാ മണ്ഡലങ്ങൾ നേടി പാലക്കാട് LDF അപ്രമാദിത്വം നിലനിർത്തും. ഇനി കണ്ണൂരാണ്. കണ്ണൂരിൽ 11 നിയമസഭാ മണ്ഡലങ്ങൾ. അതിൽ ഇരിക്കൂർ, പേരാവൂർ, കണ്ണൂർ എന്നിവ UDF നേടും. കൂത്തുപറമ്പ്, തളിപ്പറമ്പ്, അഴീക്കോട്, ധർമ്മടം, തലശ്ശേരി, മട്ടന്നൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി എന്നിവ LDF നേടും. ഇതാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലങ്ങളുടെ സ്ഥിതിവിശേഷം. ഇനി വയനാടാണ്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി 3 നിയോജക മണ്ഡലങ്ങളെ അവിടെയുള്ളൂ. മാനന്തവാടി, സുൽത്താൻ ബത്തേരി എന്നിവ UDF നേടുമ്പോൾ കൽപ്പറ്റ LDF നിലനിർത്തും. ഇനി കാസർഗോഡാണ്. കാസർഗോഡ് നിയമസഭാ മണ്ഡലം UDF നേടും. കാസർഗോഡ് 5 നിയമസഭാ മണ്ഡലമാണ്. അവിടെ കാസർഗോഡ് UDF നേടും. മഞ്ചേശ്വരം BJPക്കാണ് ചാൻസ്. കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, ഉദുമ എന്നിവ LDF നേടും. ഇങ്ങനെ വരുമ്പോൾ ഒരു തൂക്ക് മന്ത്രിസഭയ്ക്കുള്ള സാധ്യതയാണ് 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. എങ്കിലും നേരിയ മാർജിനിൽ കേവല ഭൂരിപക്ഷം നേടി LDF അധികാരത്തിൽ വരും എന്ന് തന്നെ പറയാം. ഇതിൻ്റെ ടോട്ടൽ കണക്കെടുക്കുമ്പോൾ 73 സീറ്റുകൾ LDF നേടും. UDF 65 സീറ്റുകൾ നേടും. NDA 3 സീറ്റുകൾ വരെ നേടും. ഇത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ള ട്രെൻഡിനനുസരിച്ച് പൊളിറ്റിക്സ് കേരള തയ്യാറാക്കിയ സർവേയാണ്. ഈ സർവേക്ക് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാറ്റം വരാം. അപ്പോൾ ഞങ്ങൾ ആ മാറ്റം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടുള്ള സർവേയുമായി പ്രേക്ഷകരുടെ മുന്നിലെത്തും. പൊതുവെ LDF കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരും എന്ന് തന്നെയാണ് പൊളിറ്റിക്സ് കേരളയുടെ ഈ സർവേ സൂചിപ്പിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം UDF ഊർജ്ജസ്വലമായി നിന്നാൽ അവർക്ക് 65 സീറ്റ് വരെ കിട്ടാനേ നിർവാഹമുള്ളൂ. മറ്റൊന്ന് BJPയുടെ ഒരു നേട്ടമാണ്. BJP ശൂന്യതയിൽ നിന്ന് 3 സീറ്റ് വരെ നേടാം. BJP കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് 10 സീറ്റാണ്. 10 സീറ്റ് എന്ന സ്വപ്നതുല്യമായ നേട്ടം അവർക്ക് ലഭിക്കില്ല എന്ന് വേണം കരുതാൻ. കാരണം 10 സീറ്റ് പിടിച്ചെടുക്കാനുള്ള ആർജവം, പിടിച്ചെടുക്കാനുള്ള സ്വാധീനം BJPക്ക് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. LDF കേവല ഭൂരിപക്ഷം നേടി അധികാരം നിലനിർത്താം. ഈ സർവേ തദ്ദേശ സ്വയംഭരണ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നടത്തിയ സർവേയാണ്. ആ സർവേയിലാണ് ഇത്തരമൊരു കേവല ഭൂരിപക്ഷം LDF നേടുമെന്നും UDF വലിയ കുതിപ്പ് 65 സീറ്റ് വരെ നേടി വലിയ കുതിപ്പ് നടത്തുമെന്നും തെളിഞ്ഞിരിക്കുന്നത്.